തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 ബി.ജെ.പി. കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ കോടതി റദ്ദാക്കിയിരുന്നു. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ചട്ടലംഘനമെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഇരുപത് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് കോടതി റദ്ദാക്കിയത്. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതൊക്കെ ചട്ടലംഘനമാണെന്ന് കോടതി നിരീക്ഷിച്ചതിനെ തുടർന്നാണ് ഈ ഒരു നടപടി സ്വീകരിച്ചത്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ 19 ബി.ജെ.പി. കൗൺസിലർമാർ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, എന്തായാലും കോടതിയുടെ നടപടിക്കൊപ്പം തന്നെ ഇപ്പോൾ ബി.ജെ.പി. കൗൺസിലർമാർ പോകുന്നു എന്ന് അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ സത്യപ്രതിജ്ഞ പൂർത്തിയായിട്ടുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? കോടതി വിധി വന്നതിന് മണിക്കൂറുകൾക്കകം തന്നെ ഇത്തരത്തിൽ 19 കൗൺസിലർമാരാണ് ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് കോടതി ഇത്തരത്തിൽ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കുന്ന നടപടി സ്വീകരിച്ചത്. അതായത് ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത 20 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് കോടതി അസാധുവാക്കിയത്. തുടർന്ന് 4 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതി അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇത്തരത്തിൽ 19 ബി.ജെ.പി. കൗൺസിലർമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഒരാൾ മാത്രമാണ് ചെയ്യാതെയുള്ളത്. അത് കാപ്പ കേസ് പ്രതിയായ സുഗതനാണ്. അതിന്റെ മറ്റ് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. ഇനി സുഗതൻ എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ കൂടി ഇന്ന് 19 കൗൺസിലർമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ദൈവനാമത്തിൽ ആണ് ഇത്തരത്തിൽ 19 കൗൺസിലർമാരും ഇന്ന് ബി.ജെ.പി. കൗൺസിലർമാർ ഇന്ന് കോർപ്പറേഷനിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തത്. ശരി, വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണയാണ്.